തിരുവനന്തപുരം തമ്പാനൂരിലെ ഹോട്ടലിൽ കാട്ടാക്കട സ്വദേശി ഗായത്രി കൊല്ലപ്പെട്ട കേസിൽ പ്രതി പ്രവീണിന് ജീവപര്യന്തം തടവ് ശിക്ഷ. തിരുവനന്തപുരം അഡീഷണൽ സെഷൻസ് കോടതിയുടേതാണ് വിധി. 2022 മാർച്ചിലാണ് കേസിനാസ്പദമായ സംഭവം. സലീം മാലിക് വിവരങ്ങളുമായി തിരുവനന്തപുരം ചേരുന്നു. സലീം, 3 വർഷത്തിന് ശേഷം കേസിൽ വിധി വരുന്നു. എന്തായിരുന്നു കേസിന്റെ പശ്ചാത്തലം? എന്തൊക്കെയാണ് കോടതി നിരീക്ഷണങ്ങൾ? സുഹൈലി, കേസിൽ ഇപ്പോൾ 3 വർഷത്തിന് ശേഷമാണ് വിധി വരുന്നത്. 2022 മാർച്ചിലാണ് ഇതുമായി ബന്ധപ്പെട്ട സംഭവം നടക്കുന്നത്. അതിന് പിന്നാലെ ആ ഘട്ടത്തിൽ തന്നെ പോലീസ് വിശദമായ അന്വേഷണം നടത്തുകയും ചെയ്തു. ആ കേസിന് ആസ്പദമായ സംഭവം ഒരേ സ്ഥാപനത്തിൽ ജീവനക്കാരായിരുന്ന 2 പേർ തമ്മിൽ പ്രണയബന്ധത്തിലാവുകയായിരുന്നു. അതിന് പിന്നാലെ തന്നെ ഈ പ്രവീൺ എന്നയാൾ, അതായത് ഈ പ്രതി ഈ പെൺകുട്ടിയോട്, ഗായത്രിയോട് താൻ വിവാഹിതനായ എന്നുള്ള കാര്യം മറച്ചുവെച്ചായിരുന്നു പ്രണയബന്ധത്തിലായത്. അതിന് പിന്നാലെ തന്നെ ഇക്കാര്യം തിരിച്ചറിഞ്ഞതിന് ശേഷം നിർബന്ധിച്ച് കല്യാണം കഴിക്കേണ്ട സാഹചര്യം ഉണ്ടായി. അങ്ങനെ ഒരു പള്ളിയിൽ വെച്ച് താലി ചാർത്തി. ഇത് ഈ പ്രവീണിന്റെ ഭാര്യ അറിഞ്ഞതോടുകൂടി കൂടുതൽ പ്രശ്നങ്ങളിലേക്കാവുകയും പിന്നീട് ഇരുവരും 2 സ്ഥാപനങ്ങളിലേക്ക് പോവുകയും ചെയ്തു. പക്ഷേ ആ പ്രണയബന്ധം തുടർന്നു. പിന്നാലെ ഈ ഗായത്രിയെ ഒഴിവാക്കാനായി പ്രവീൺ മനഃപൂർവ്വമായി തിരുവനന്തപുരം തമ്പാനൂർ അരിസ്റ്റോ ജംഗ്ഷനിലുള്ള ഒരു ഫ്ളാറ്റിലേക്ക്, ലോഡ്ജ് മുറിയിലേക്ക് വിളിച്ചു വരുത്തുകയായിരുന്നു. വിളിച്ചു വരുത്തിയ ശേഷം ചുരിദാറിന്റെ ഷാൾ ഉപയോഗിച്ച് കഴുത്തിൽ മുറുക്കി ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തുന്നതായിരുന്നു സംഭവം. അതിന് പിന്നാലെ തന്നെ ഈ പ്രവീൺ ചില അതിബുദ്ധികൾ കൂടി കാണിച്ചിരുന്നു. ഗായത്രിയുടെ ഫോൺ എടുത്ത് വാട്സാപ്പിലൂടെ ഇരുവരും ഒന്നിച്ചു നിൽക്കുന്ന സ്റ്റാറ്റസ് ഇട്ടു. അത് ഈ കേസിനെ വഴിതെറ്റിച്ച് വിടാൻ വേണ്ടിയായിരുന്നു. ഇങ്ങനെ സ്റ്റാറ്റസ് ഇട്ടതിന് ശേഷം ആ സ്റ്റാറ്റസ് പ്രവീണിന്റെ ഭാര്യ കാണുകയും അതിന് പിന്നാലെ ഉണ്ടായ തർക്കത്തെ തുടർന്ന് ഗായത്രി ആത്മഹത്യ ചെയ്യുകയും ചെയ്തു എന്ന് വരുത്തി തീർക്കുകയായിരുന്നു ലക്ഷ്യം. പക്ഷേ ആ ലക്ഷ്യം വിജയം കണ്ടില്ല. പോലീസ് ആ സമയത്ത് നടത്തിയ സമർത്ഥമായ അന്വേഷണത്തിനൊടുവിലാണ് ഈ പ്രതിയെ പിടികൂടാനായത്. അതിന് പിന്നാലെ വളരെ വേഗത്തിൽ തന്നെ കുറ്റപത്രം സമർപ്പിച്ചു. പിന്നാലെ 3 വർഷം നീണ്ട വിചാരണ നടപടികൾക്കൊടുവിലാണ് ഇപ്പോൾ ആ കേസിൽ വിധി വന്നിരിക്കുന്നത്. ജീവപര്യന്തം കഠിന തടവും ഒപ്പം തന്നെ 1 ലക്ഷം രൂപ പിഴയും എന്നുള്ളതാണ് ശിക്ഷാവിധി. സുഹൈൽ, 2022 നടന്ന കൊലപാതകത്തിലാണ് ഇപ്പോൾ ജീവപര്യന്തം ശിക്ഷ വിധിച്ചിരിക്കുന്നത്. സലീം മാലിക്കാണ് തിരുവനന്തപുരത്ത് നിന്ന് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.